Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കരിമീൻ പൊള്ളിച്ചത്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എന്ന് കാണാം. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മീൻ നന്നായിട്ട് കഴുകി വരഞ്ഞ് എടുത്തതിന് ശേഷം മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരല്പം നാരങ്ങ നീര്, വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് ഞാനിത് കുറേ സമയം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയമെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ എല്ലാം പിടിക്കാനായി വെക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചേർക്കാൻ ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഒരു ടൊമാറ്റോ, 2 പച്ചമുളക് ഇതെല്ലാം നമുക്ക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കതിൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ച ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുരുമുളക് ചതച്ചെടുത്തത് ഇത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഉപയോഗിച്ച് ഒരു പകുതി തേങ്ങയുടെ പകുതി, ഒരു അരമുറിയുടെ പകുതി ചിരകിയെടുത്ത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്കുള്ള പാല് അതൊഴിച്ച് കൊടുക്കാം. ഈ ഫ്ലെയിം ഒന്ന് കുറച്ചൊന്ന് കൂട്ടി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ സ്റ്റേജ് ആയപ്പോഴേക്കും ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ വാട്ടിയെടുത്ത വാഴയിലയുടെ പുറത്ത് ഒരു ചെറിയ ഒരു ഇല കൂടെ വച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ഈ ഒരു കൂട്ട് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്ത മീൻ പുറത്ത് വെച്ച് കൊടുക്കാം. ആദ്യം വാട്ടിയെടുത്ത വാഴയിലയുടെ പുറത്ത് ഒരു ചെറിയ ഇല കൂടെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു കൂട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മീനും വെച്ച് കൊടുത്തു. ഇനി ബാക്കി നമുക്കിതിൻ്റെ പുറത്ത് ഇങ്ങനെ വയ്ക്കാം. ഇനി നമുക്ക് ഇല മടക്കി എടുക്കാം.
ഇനി നമുക്കിതിനെ ഒരു നാര് കൊണ്ട് കെട്ടിയെടുക്കാം. ഇനി നമുക്ക് വാഴനാര് ഉപയോഗിച്ച് കെട്ടിയെടുക്കാം. ഇതുപോലെ കെട്ടിയെടുക്കാം. ഇപ്പം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പം ഇരുമ്പ് ചട്ടിയോ ദോശക്കല്ലോ നമുക്കെടുക്കാം. എന്നിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം മതിയാകും. ഒരു 5-6 മിനിറ്റ് നമുക്കിങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം.